അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളൊരു യാത്ര പോകുകയാണ് കേട്ടോ. അപ്പം എൻ്റെ കൂടെ ആതിരയുണ്ട്, മോളുണ്ട്. അപ്പം നമ്മൾ പോകുന്നതെന്ന് പറയുന്നത് വർക്കലയാണ്. വർക്കല ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പം വർക്കല ബീച്ചിൽ പോയിട്ട് സമയം കിട്ടുമെങ്കിൽ നമ്മൾ ഈ കാപ്പൽ ബീച്ചിൽ പോകും. അപ്പം നമ്മൾ പോകുന്നത് ബസ്സിലാണ് പോകുന്നത്. ബസ് കയറിയാണ് പോകുന്നത്. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളങ്ങനെ മടത്തറ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനി ഇവിടുന്ന് ബസ് കയറി പോകണം. ഇവിടുന്ന് ഇനി ഡയറക്റ്റായിട്ട് വർക്കിലേക്ക് ബസ് ഉണ്ടെന്ന് അറിയാൻ വയ്യ കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ ഇവിടുന്ന് ഒരു ബസ് കിട്ടിയായിരുന്നു കേട്ടോ. ഇതിൽ കടക്കിലങ്ങനെ പറയാം. അപ്പം നമ്മളിപ്പോൾ അങ്ങനെ കടക്കൽ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇപ്പം ഇന്ന് പ്രൈവറ്റ് ബസ് പണിയോടൊക്കെ ആയതുകൊണ്ട് ബസ്സുകളൊക്കെ കുറവാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് വർക്കല ബസ് കിട്ടുമെന്ന് അറിയാൻ വയ്യ. അപ്പോൾ നമ്മളങ്ങനെ രണ്ട് ബസ് കയറി നമ്മളിപ്പം കല്ലമ്പലം എത്തി കേട്ടോ. ഇവിടുന്ന് ഇനി നമുക്ക് വർക്കലയിലേക്ക് ബസ് കയറി പോകണം. അപ്പം നമ്മളങ്ങനെ വർക്കല മൈതാനം ജംഗ്ഷനിൽ എത്തിയായിരുന്നു കേട്ടോ. ഈ വർക്കല ബീച്ചിലേക്ക് എത്ര രൂപയാവും? അപ്പം നമ്മളങ്ങനെ ബീച്ച് എത്തിയായിരുന്നു കേട്ടോ. ഈ ഇവിടെ ഇതുണ്ട്, കുപ്പികളുണ്ട്. ഇത് നോക്കിയാണ്ട് കുപ്പികളും ഉണ്ടുള്ള അടിപൊളിയല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല മഴയൊക്കെ ആയതുകൊണ്ട് റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് വേണ്ട. നല്ല ഈ തിരമാലയൊക്കെ നല്ല രീതിയിൽ അടിച്ച് കയറുന്നുണ്ട്. എനിക്ക് തോന്നുന്നുണ്ടാണ് കയറൊക്കെ വെച്ച്. എനിക്ക് തോന്നുന്നു അങ്ങോട്ട് വിടത്തില്ല കേട്ടോ, അങ്ങോട്ട് വിടത്തില്ല. ഭീമാകരമായ തിരമാലകളല്ലേ. അപ്പോൾ ആതിരയുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു വർക്കല ബീച്ചിലൊന്ന് നമ്മൾ മുമ്പ് വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ എന്തായിരുന്നാലും വെള്ളത്തിൽ ഇറങ്ങാനൊന്നും പറ്റുന്ന ലക്ഷണം. കാരണം അത്രയ്ക്ക് നല്ല തിരമാലകൾ അടിച്ച് കയറിയാണ്. നോക്കിയാണ്. അയ്യോ, അപ്പൊ കൊച്ചിയിൽ ഈ കപ്പൽ മറിഞ്ഞതിന് ശേഷം ഈ നമ്മളെ ഈ തീരത്തൊക്കെ കുറച്ച് ഒരു സാധനം അടിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്ന ഈ സാധനമാണ് കണ്ട. ഇപ്പൊ ഇവിടെ വന്ന് ഇവിടെയൊക്കെ ഒരുപാട് സ്ഥലത്ത് കിടപ്പുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളെ അമ്മൂസ് ആദ്യമായിട്ട് മണലിൽ കൂടെ നടന്നു പോയനേട്ടാ. ഓട്ടം നോക്കിയാണ്. വീണ് 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 അപ്പോൾ ഒരു 2 വർഷം മുമ്പ് ഞാനും അതിന് ഈ സേവ് ദ ഡേറ്റ് എടുക്കാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് നമുക്ക് ഈ ബീച്ചിൽ കുളിക്കാനും ഇറങ്ങാനൊന്നും റെസ്ട്രിക്ഷൻ ഇല്ലായിരുന്നു. അന്ന് നമ്മൾ ഇറങ്ങി ഇറങ്ങുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ ഇപ്പം കണ്ടില്ലേ, ഇപ്പം ഭയങ്കര ഭീമാകരമായ തിരമാലകളാണ് കണ്ടില്ലേ. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനുള്ള റെസ്ട്രിക്ഷൻ ഉണ്ട്. ലൈഫ് ഗാർഡുകളൊന്നും അങ്ങോട്ട് നമ്മളെ കടത്തി വിടത്തില്ല. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് റിസോർട്ടുകളും ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളൊക്കെ കാണാൻ കഴിയും. കണ്ടില്ലേ, അവിടെ ആ ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് റിസോർട്ടുകളുണ്ട്. പിന്നെ ഈ കഫേ ഇങ്ങനെയൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കിവിടെ ഈ ബലി ഇടാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഈ വാവ് ബലി ആവുന്ന സമയത്തൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ ഈ ബലിയിടാനായിട്ട് വരുന്നതാണ്. എന്തോ അങ്ങ് അകലെ നിന്ന് നടന്നു വരുന്നതെന്ന് പറയുന്നത് ബലിയിടാനായിട്ട് വരുന്നതാണ്. അവർക്ക് ഈ കടലിൽ ഇറങ്ങാനായിട്ട് റെസ്ട്രിക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. അവർക്ക് നമുക്ക് ഈ ബലിയൊക്കെ നടത്താൻ അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ സാധാരണ വരുന്നവർക്ക് ഇറങ്ങാൻ റെസ്ട്രിക്ഷൻ ഉണ്ട് വെള്ളത്തിൽ. ചെന്ന മൈക്കിൽ ചാർജ് തീർന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നെ മൊത്തം വോയിസ് ഓവറാണ് ഇപ്പം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പം നമ്മളിപ്പോൾ ഈ ജൂലൈ 8-ാം തീയതിയാണ് കേട്ടോ ഇവിടെ സന്ദർശിച്ചത്. പക്ഷേ ഈ സമയത്തൊന്നും സീസൺ സമയമല്ല. അപ്പോൾ സീസൺ സമയമല്ലാത്തതുകൊണ്ട് ഒരുപാട് ആൾക്കാരൊന്നുമില്ല. ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്.
അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ആണ്ടെ ഈ ഇവിടെ ഒരുപാട് കടകളൊക്കെ നമുക്ക് തുറന്ന് പ്രവർത്തിക്കുന്നത് കാണാം. ഒരുപാട് ഐസ്ക്രീം കടകളും അല്ലാതെയൊക്കെ ഉള്ള ചായ, കോഫി കുടിക്കാൻ പറ്റുന്ന ഒരുപാട് കടകൾ നമുക്ക് അങ്ങോട്ട് കാണാം. പക്ഷേ ഈ സമയത്തൊക്കെ ഞാൻ ഇപ്പം ഇപ്പ മാ ഈ മാമൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു നോക്കി. മാമ മാമൻ പറഞ്ഞ ഈ സീസൺ സമയമല്ല മക്കളെ. അതുകൊണ്ടാണ് ഇപ്പം ഇവിടെ ആൾക്കാരൊന്നും ഇല്ലാത്തത്. അപ്പം ഞാൻ ചോദിച്ചു നൈറ്റൊന്നുമല്ല ഈ സമയം എന്ന് പറയുന്നത് സീസൺ സമയമല്ല. അപ്പോൾ ആ സീസൺ സമയം അല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒന്നും ഒരുപാട് കടകളൊന്നും ഇപ്പം തുറക്കാത്തത്, അടച്ചിട്ടിരിക്കുന്നത് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളങ്ങ് കുറച്ചുകൂടെ മുമ്പോട്ട് നമ്മൾ നടന്ന് പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് നിങ്ങൾക്ക് കഫേ ഒക്കെ കാണാൻ കഴിയും. പിന്നെ കഫേ അല്ല റിസോർട്ടുകളൊക്കെ പണിയുന്നത് കാണാം. ഇതൊരു കഫേയാണ്. ഈ കാണുന്ന ഒരു കഫേയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ട് റിസോർട്ട് ഒക്കെ പണിയുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. കണ്ടില്ലേ? അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ ഈ കണ്ടില്ലേ? പക്ഷെ നമ്മൾ ഈ ക്ലിഫ് ഹൗസിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ഈ കടകളും ഒക്കെ കാണാൻ കഴിയും. പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നു അവിടെ ഒരു ഈ സമയത്തും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ അങ്ങോട്ട് ഒന്ന് താമസിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു. ഈ കാണുന്നതൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ ഒരു കഫേയാണ്. മുമ്പ് വിദേശികളൊക്കെ ഇവിടെ ഇരുന്ന് ചായ കുടിക്കുന്നതൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ കഴിയുമായിരുന്നു. ഇപ്പം ആരും ഇല്ല കേട്ടാ. അപ്പോൾ നമ്മൾ ഒരുപാട് താമസിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ താമസിച്ചുകൊണ്ട് നമ്മൾ ഇനി എന്തിരുന്നാലും കാപ്പിൽ ബീച്ചിലൊന്നും പോകുന്നില്ല. അപ്പോൾ കാപ്പിൽ ബീച്ച് നമുക്ക് ഇനി ഒരു ദിവസം പോകാനായിട്ട് വരണം. അപ്പം ഒരു ദിവസം വരുന്നതായിരിക്കും നമ്മൾ. അപ്പോൾ നമ്മൾ ഈ വർക്കല ബീച്ചിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്.